വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്നത് തന്നെ അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് ഒരു മണ്ടത്തരമാണ്. അതിലുപരി വിശ്വാസി ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളിലും അന്ധമായിട്ടുള്ള വിശ്വാസം കാണും. അങ്ങനെ വിശ്വാസി ആയിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന മണ്ടൻ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ. ഒന്നാമതായിട്ട് എനിക്കുണ്ടായിരുന്നൊരു വിശ്വാസമാണ് ഈ നിരീശ്വരവാദികളെല്ലാം എന്തോ വളരെ നികൃഷ്ട ജീവികളാണ്, വൃത്തികെട്ടവരാണ്. നിരീശ്വരവാദികളെന്ന് പറയുമ്പോൾ എന്തോ മോറൽ വാല്യൂവും എത്തിക്കൽ വാല്യൂവും തീരെ ഇല്ലാത്ത വൃത്തികെട്ട നികൃഷ്ട ജീവികൾ. അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ ഒരു മണ്ടൻ വിശ്വാസം. രണ്ടാമത്തേത് പാസ്റ്റർ പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി മരിച്ചു കിടന്ന ആളെ പ്രാർത്ഥിച്ച് പുള്ളിയെ മരിച്ച ആ ഒരു അവസ്ഥയിൽ നിന്ന് പുനർജീവിപ്പിച്ചു. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ മണ്ടൻ വിശ്വാസമായിരുന്നു ഈ രോഗശാന്തി. ഈ മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ണും പൂട്ടി ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നതാണ് ഈ അന്ധമായി അഗാധമായി വിശ്വസിച്ചിരുന്ന കാര്യമാണ് ഈ സ്വർഗവും നരകവും. സർവ്വകാരുണ്യവാനും സ്നേഹവുമായ ദൈവം പുള്ളിക്കാരൻ തന്നെ മനുഷ്യരെ ജനിപ്പിച്ച് പുള്ളിക്കാരൻ തന്നെ അവരെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചിട്ട് പുള്ളി തെറ്റ് ചെയ്യിക്കുന്നതിന് അവരെ അവസാനം തീയിലിട്ട് പൊരിക്കാനായിട്ട് നരകം സ്വർഗം എന്നൊരു സാധനമൊക്കെ ഉണ്ടാക്കുന്നു. ആ ഒരു കോമഡി കഥയിൽ ഞാൻ വളരെയധികം അഗാധമായി വിശ്വസിച്ചിരുന്നു. പിന്നീട് ഏതൊരു ക്രിസ്ത്യാനിയെയും പോലെ തന്നെ ദിവ്യഗർഭത്തിലും ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്നു. ഡാഡി ഇല്ലാതെ ഒരു കുട്ടി ജനിക്കുക. പിന്നീട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു മണ്ടൻ സങ്കല്പം. പിന്നീട് ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ലോകത്തിലെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും നശ്വരമാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റിൽ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇത് വെറുതെ ചുമ്മാ തമാശയ്ക്ക്, ജസ്റ്റ് ഫോർ ഫൺ. പിന്നെ ഒരു മനുഷ്യനെന്ന നിലയിൽ അയാളെ സെൽഫ് വർത്ത് ഇല്ലാതാക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് എന്നെ തന്നെ ഒരു വിലയും ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഐ എം നത്തിങ്. ഇവർ പറയുന്നത് തന്നെ നീ ഒന്നുമല്ല, ദൈവത്തെ കൊണ്ടാണ് നിനക്കെല്ലാം, നിനക്ക് യാതൊരുവിധ കഴിവില്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം അതൊക്കെ കൊണ്ടാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ സെൽഫ് വർത്ത് ഇല്ലാത്ത രീതിയിലാക്കുന്നത്. അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഇമോഷണലി ഏറ്റവും വൾണറബിൾ ആക്കിയതിന് ശേഷം ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ് ഒരു എൻലൈറ്റ്മെൻറ്റ് പോലെ കൊണ്ട് തലയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോഴത്തേന് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നതും പറയണം എന്ന് തോന്നിയതും. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അതുപോലെ തന്നെ തക്കടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.